الحمد لله الحمد لله الذي هدانا بالكتاب الكريم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وسارعوا إلى مغفرة من ربكم ورحمة أرضها السماوات والأرض أعدت للمتقين الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين صدق الله أيها الناس اتقوا الله അല്ലാഹുവിന്റെ വിധികളെയും വിലക്കുകളെയും തികഞ്ഞ സൂക്ഷ്മതയോടുകൂടി പാലിക്കുവാനും പുലർത്തുവാനും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. തഖ്വയുടെ മാസമാണ് റമദാൻ എന്ന് പറയുമ്പോൾ തഖ്വയുടെ സന്ദേശം ഉൾക്കൊള്ളുന്ന മാസം. ജീവിതത്തിലുടനീളം നാം പാലിക്കേണ്ടതാണ് തഖ്വ. ജീവിതത്തിലുടനീളം പാലിക്കേണ്ടതായ തഖ്വ വളരെ കൃത്യമായി പരിശീലിക്കുകയും അഭ്യസിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നോമ്പ് നിയമമാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ അർത്ഥത്തിൽ നോമ്പിലൂടെ നേടിയെടുക്കേണ്ട ഗുണം നേടിയെടുക്കുന്നതിനും നമ്മുടെ മുഴുവൻ ജീവിതത്തെയും ആ ഗുണം കൊണ്ട് ധന്യമാക്കി തീർക്കുന്നതിനും ആത്മാർത്ഥമായി ശ്രമിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ റമദാനിന്റെ എല്ലാ നന്മകളും നമുക്കുമേൽ ചൊരിഞ്ഞു തന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ധന്യരാക്കുകയും എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും വഴികേടുകളിൽ നിന്നും അവൻ നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്ക് സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു തന്ന് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെല്ലാവരെയും അവൻ ഒരുമിപ്പിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട വർത്തമാനം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് വർത്തമാനങ്ങൾ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമുക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, നോമ്പ് സിയാമു ജുന്ന, നോമ്പ് ഒരു പരിചയമാണ്, ഒരു ഷീൽഡാണ്. എല്ലാ തരത്തിലുള്ള സാത്താനിക ശസ്ത്രങ്ങളെയും പ്രതിരോധിക്കുന്ന ഒരു ഷീൽഡ്. അപ്പൊ അതുകൊണ്ട് ജീവിതത്തെ ഭദ്രമാക്കിയും പരിശുദ്ധമാക്കിയും നിലനിർത്തുവാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണല്ലോ പ്രവാചകന്റെ ഉപദേശം. സ്വാഭാവികമായും സാത്താനിക ശസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ പഴയ പുരാണങ്ങളിലൊക്കെ കാമന്റെ ബാണങ്ങൾ എന്ന് പറയുന്നത് പോലെയാണ്. മനുഷ്യന് വല്ലാത്തൊരു ലൈംഗികാസക്തി തോന്നിക്കുന്ന സ്വഭാവത്തിലുള്ള ശസ്ത്രങ്ങൾ ചെയ്യാറുണ്ടത്രേ കാമദേവൻ. ചിലപ്പോൾ നല്ല രീതിയിലാവാം, ചിലപ്പോൾ നല്ലതല്ലാത്ത രീതിയിലുമാവാം. എന്തോ ആയാലും മനുഷ്യന് അഭികാമ്യമോ അല്ലെങ്കിൽ അവിഹിതമോ ആയിട്ടുള്ള ലൈംഗികമായ ആസക്തി തോന്നും എന്ന് പറഞ്ഞതുപോലെ അതൊരു സങ്കല്പം.
അതേസമയം ചെകുത്താന്റെ ശസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ തിന്മകളിലേക്ക് മാത്രം നമ്മളെ പ്രേരിപ്പിക്കുന്ന, തിന്മകളോട് നമുക്ക് അനുരാഗവും കാമവും ഉണ്ടാക്കുന്ന ആയുധങ്ങളാണ് എന്നതാണ് യാഥാർത്ഥ്യം. അത്തരം ശസ്ത്രങ്ങളെ, അത്തരം അമ്പുകളെ, ആയുധങ്ങളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും കരുത്തുറ്റ പടച്ചട്ട, ഏറ്റവും കരുത്തുറ്റ പരിച, അതാണ് നോമ്പ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സ്വാഭാവികമായും നമ്മൾ സമൂഹത്തിലുള്ള തിന്മകളെ സംബന്ധിച്ചുള്ള ഒരു അവയർനെസ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അല്ലെങ്കിലും പൊതുവിൽ സാമൂഹികമായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം, ഇസ്ലാമിന്റെ എത്തിക്സിൽ, ധാർമ്മികതയിൽ, തഖ്വയെക്കുറിച്ചുള്ള ബോധത്തിൽ നിന്നുകൊണ്ട് നമുക്കതിനെങ്ങനെ മറികടക്കാനാവും എന്ന ചിന്ത, അത് വളരെ പ്രധാനമാണല്ലോ. ആ നിലക്കാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ ഇപ്പോൾ വളരെ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന വയലൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഏറ്റവും മാരകമായ രൂപമാർജിച്ചിരിക്കുന്നു തിന്മ എന്നതിന്റെ പ്രത്യക്ഷമാണ് നമ്മൾ ഈ കണ്ടിട്ടുള്ള വയലൻസുകളും അതേക്കുറിച്ച് വായിക്കുന്ന വാർത്തകളുമൊക്കെ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത്തരം പ്രവണതകൾ പുതുതലമുറയിൽ മാത്രം ഉണ്ടാകുന്നതല്ല. ഒരു സഹോദരനെ കൊന്നുകൊണ്ടാണ് മനുഷ്യന്റെ നാഗരികതയുടെ ആരംഭം. നാഗരികതയുടെ ചരിത്രത്തിന്റെ ആരംഭം തന്നെ യഥാർത്ഥത്തിൽ ഖുർആൻ ആഖ്യാനം ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. അവിടെ ആ ഒരു കഥ പറഞ്ഞുകൊണ്ട് അവിടെ ആ കാലം മുതൽക്ക് തന്നെയും സ്വാഭാവികമായിട്ടും അത്തരം പ്രേരണകൾ, ആ രൂപത്തിലുള്ള ചെകുത്താനിക പൈശാചിക പ്രേരണകളെ മനസ്സിൽ നിന്ന് എങ്ങനെ നീക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ പ്രധാനമായും റമദാനിൽ നോമ്പുമായി ഒക്കെ ബന്ധപ്പെട്ട് നടക്കേണ്ട ഒരു ചർച്ചയാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമ്മൾ കുറച്ചൊക്കെ അത് അനലൈസ് ചെയ്തിരുന്നു. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് അതിനുള്ള കാരണങ്ങൾ. ഇവിടെ കുറെ കാരണങ്ങൾ പറഞ്ഞു. മാധ്യമങ്ങളുടെ സ്വാധീനം, അതോടൊപ്പം ഇന്നത്തെ ജനപ്രിയമായിട്ടുള്ള സിനിമകൾ, കമ്പോള സിനിമകൾ, ചെറുപ്പത്തിലെയുള്ള മാൻ ഹണ്ട്, വാർഫെയർ പോലുള്ള വീഡിയോ ഗെയിമുകൾ, പിന്നെ അതുപോലെ തന്നെ ലഹരിയുടെ വർദ്ധിച്ചു വരുന്ന ഉപയോഗം. ലഹരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടുതൽ കൂടുതൽ ലഹരി ഉണ്ടാക്കുന്ന ഏറ്റവും മാരകമായ രാസവസ്തുക്കൾ കണ്ടെത്തിക്കൊണ്ടേയിരിക്കുകയാണെന്നുള്ളതാണ്. മുമ്പേ നമ്മൾ കേട്ടിട്ടുള്ള ഒരു പക്ഷേ ഹിപ്പി കാലത്തൊക്കെ ലൈസർജിക് ആസിഡ്, LSD എന്നൊരു വാക്ക് വളരെ വിഖ്യാതമായിരുന്നു. അതാണ് ഏറ്റവും മാരകമായ സൈക്കഡലിക് ഡ്രഗ്. ഹിപ്പികൾ ധാരാളമായി ഉപയോഗിച്ചിരുന്നതാണ് എന്ന് പറയപ്പെടുന്നു. കാരണം ഒരു വിഭാഗത്തെ സംബന്ധിച്ച് പറയപ്പെടുന്നത് മുഴുവൻ സത്യമായി കൊള്ളണം എന്നൊന്നുമില്ല. പക്ഷെ അതേസമയം അങ്ങനെ ഒരു സാധനമുണ്ട്. അവിടുന്ന് പിന്നെയും കുറെ പേരുകൾ നമ്മൾ കേട്ടു. ഇപ്പോഴാണെങ്കിൽ ആ ഇനത്തിൽ MDMA എന്നൊരു പേര് കേൾക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ഉന്മാദമുണ്ടാക്കുന്ന, സന്തോഷമുണ്ടാക്കുന്ന ഹോർമോണുകൾ വളരെ കൃത്രിമമായിട്ട് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും അതിൽ നിന്നുണ്ടാകുന്ന ആനന്ദത്തിൽ വിഭ്രാന്തി കൈക്കൊള്ളുവാൻ വേണ്ടി മനുഷ്യനെ വിട്ടേക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള രാസപ്രവർത്തനമാണ് അതുവഴി നടക്കുന്നത്. അതോടുകൂടി നമ്മുടെ ശരീരം ക്ഷീണിക്കും, നമ്മുടെ മനസ്സ് ക്ഷീണിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വം തന്നെ ഇല്ലാതാകുന്ന സ്വഭാവത്തിലേക്കാണ് അത് നമ്മളെ കൊണ്ടുപോവുക എന്നുള്ളത് താൽക്കാലികമായ ആനന്ദം ആഗ്രഹിക്കുന്നവർ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഓരോരുത്തരും അവരവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതേസമയം നിലനിൽക്കുന്ന ഹാപ്പിനെസ് എന്നൊരു ചിന്തയാകാമല്ലോ ഒന്ന്. രണ്ടാമത്, അടിസ്ഥാനപരമായിട്ട് നമ്മൾ മുമ്പ് സ്വാർത്ഥതയെ സംബന്ധിച്ച് ഒരുപാട് ഖുതുബകൾ നടത്തിയിരുന്നു. സെൽഫിഷ്നെസ് എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രകൃതമാണെന്ന് പറയാം, സ്വാർത്ഥത എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഇതുപോലെ സ്വാർത്ഥത പ്രകൃതമായിട്ടുള്ളവനാണ് എന്റെ സുഹൃത്തും അല്ലെങ്കിൽ എന്റെ സഹോദരനും എന്ന് ചിന്തിക്കുകയും ഇത് രണ്ടും തമ്മിൽ സിങ്ക് ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്യുക എന്നിടത്തുള്ളൊരു ആനന്ദമുണ്ട്. ആ കൂട്ടായിട്ട് അനുഭവിക്കുമ്പോഴാണ് ആനന്ദം ആനന്ദമായി മാറുന്നത്. എനിക്ക് മാത്രമായിട്ടുള്ള സന്തോഷം എന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ സ്വാർത്ഥത എന്ന് പറയുന്നത് പരാർത്ഥതയാവുക, അല്ലെങ്കിൽ പരാർത്ഥൈക സ്വാർത്ഥം എന്നൊരു കാഴ്ചപ്പാട് രൂപപ്പെട്ടു വരിക. നിങ്ങളുടെ സ്വാർത്ഥം സാക്ഷാത്കരിക്കപ്പെടുന്നതിലാണ് എന്റെ സ്വാർത്ഥം പൂർത്തിയാവുക എന്നൊരു നിലപാട് വരുന്നതോടുകൂടി, അതാണ് യഥാർത്ഥത്തിൽ നമ്മളിതിനെ മനുഷ്യന്റെ എല്ലാ തിന്മകളെയും, മനുഷ്യനെ തന്നെ നശിപ്പിച്ച് കളയുന്ന എല്ലാ തിന്മകളെയും മറികടക്കുന്നതിനുള്ള വഴികൾ അതൊക്കെയാണ്. അപ്പൊ കൂടുതൽ പേർക്ക് ഹാപ്പിനെസ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ആശയമാണ് എന്ന് മനസ്സിലാക്കണം. കുറഞ്ഞ കാലത്തേക്ക് എനിക്ക് മാത്രം കിട്ടുന്ന ഹാപ്പിനെസ് എന്നതിനേക്കാൾ എത്രയോ മഹത്വരമാണ് എല്ലാവർക്കും എല്ലാ കാലത്തേക്കും കിട്ടുന്ന ഹാപ്പിനെസ് എന്ന്. ആ ഒരു സംഗതിയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഹാപ്പിനെസ്സിന് വേണ്ടി വളരെ ചുരുങ്ങിയ അങ്ങേയറ്റം സ്വാർത്ഥമായിട്ടുള്ള ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട്
നമ്മൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ വ്യക്തിത്വത്തെ തന്നെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. പലപ്പോഴും ചെറുപ്പക്കാരുടെ ഒക്കെ പല വീഡിയോകൾ ക്രിയേറ്റ് ചെയ്തതാവാം. നമ്മൾ കാണുന്ന സാമൂഹ്യ മാധ്യമത്തിൽ കാണുന്ന എല്ലാ വീഡിയോകളും സത്യമായി കൊള്ളണമെന്നൊന്നുമില്ല. എന്നാലും അങ്ങനെ കാണപ്പെടുന്നതിൽ ഒരു 2% സത്യമുണ്ടെങ്കിൽ പോലും വളരെ കഷ്ടമാണല്ലോ അവരുടെ കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ കുട്ടികൾ കാട്ടിക്കൂട്ടുന്ന, കുട്ടികളെ മാത്രം കുറ്റം പറയല്ല, കുട്ടികൾക്ക് ഇനിയും വലിയൊരു ഭാവിയുള്ളത് കൊണ്ടാണ് കുട്ടികളുടെ കാര്യം പ്രത്യേകം ചർച്ചാ വിഷയമാകുന്നത്. ഇതിൽ നിന്ന് മുതിർന്നു നിൽക്കുന്ന നമ്മളൊക്കെ പുറത്താണ് എന്നൊന്നും ആരും ചിന്തിക്കേണ്ടതില്ല. അപ്പോൾ അവരുടെ സംഗതികൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ പെരുമാറ്റങ്ങളൊക്കെ കാണുമ്പോൾ വല്ലാത്ത സങ്കടം വന്നു പോകും. ഇങ്ങനെ ഒരു ഭ്രാന്തൻ അവസ്ഥയിലേക്ക് മനുഷ്യനെ തള്ളിവിടുന്ന സ്വഭാവത്തിലുള്ള മരുന്നുകൾ ലാഭത്തിന് വേണ്ടി, കേവല ലാഭത്തിന് വേണ്ടി, കേവല ലാഭം മാത്രമായിരിക്കണം എന്നില്ല. ഇവിടെ നിലനിൽക്കുന്ന സിസ്റ്റം തന്നെ വല്ലാതെ വയലൻസ് ആണ് അതിന്റെ ബേസ്. നമ്മൾ കാണണം, ജനാധിപത്യം എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഇവിടെ നിലനിൽക്കുന്ന സിസ്റ്റത്തിന്റെ തന്നെ ബേസ് വയലൻസ് ആണ്. അപ്പൊ താഴോട്ട് ഇങ്ങോട്ട് വയലൻസ് സംക്രമിക്കപ്പെടുന്നതിൽ യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്ന് മാത്രവുമല്ല, അവരുടെ വയലൻസിന് കൂടുതൽ ഈ പോപ്പുലിസം എന്ന് പറഞ്ഞിട്ട് പുതിയ കാലത്തിൽ കാഴ്ചപ്പാടുണ്ടല്ലോ, കൂടുതൽ ജനകീയ പിന്തുണ കിട്ടുന്നതിന് വേണ്ടിയും അതിനോട് എതിർപ്പുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുമൊക്കെ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുള്ള രാഷ്ട്രീയ കളികൾ ഉള്ളതായിട്ട് പോലും ചരിത്രം നമ്മളോട് പറയുന്നു. മയക്കുമരുന്നിനെ പ്രചരിപ്പിക്കുക എന്നത് ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്ന പ്രവണത പോലും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. പെട്ടെന്ന് ഈ അടുത്ത കാലത്ത് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ബൂം ഉണ്ടെന്ന്, ഒരു കുതിച്ചുചാട്ടം, ഇങ്ങനെയൊക്കെ സംശയിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചെങ്കിൽ അത് നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ പല മാനങ്ങളുണ്ട് എന്ന് തിരിച്ചറിയേണ്ടതാണ്. എന്തായാലും നമ്മൾ വയലൻസിലേക്കാണ് വരുന്നത്. ആ വയലൻസ് എന്ന് പറയുന്നത് ഈ കാലത്ത് ഏറ്റവും മാരകമായ തിന്മയായതുകൊണ്ട്, ഈ കാലത്തെ എന്നല്ല എക്കാലത്തെയും ആബേലിന്റെയും കയേനിന്റെയും കഥ പറഞ്ഞതിന് ശേഷം മിൻ അജലി ദാലിക, അക്കാരണത്താൽ നാം അവർക്ക് നിയമമാക്കിയിട്ടുണ്ട്. എന്താണ്? മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സ് ഔ ഫസാദിൻ ഫിൽ അർദ് ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. ഏതെങ്കിലും ഒരാൾ അന്യായമായിട്ട് കാരണം കൂടാതെ, മതിയായ കാരണം കൂടാതെ മറ്റൊരാളെ വധിക്കുകയാണെങ്കിൽ മനുഷ്യ സമൂഹത്തെ മുഴുവൻ കൊന്നവനെ പോലെയാണ്. അവനൊരു കൂട്ടക്കൊലയാളിയാണ്. ഒരാളെ കൊന്നിട്ടുള്ളൂവെങ്കിലും വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വളരെ വിചിത്രമായ ഒരു കണക്കാണത്. 1 = അനേകം കൊല്ലുകയാണ് ചെയ്യുന്നതെങ്കിൽ, അതേസമയം മൻ അഹ്യാഹ, ഏതെങ്കിലും ഒരു മനുഷ്യന് നിങ്ങളൊരു ഉപജീവനം നൽകുകയാണെങ്കിൽ, ജീവിക്കാനുള്ള ഒരു വഴി കൊടുക്കുകയാണെങ്കിൽ, മനുഷ്യ സമൂഹത്തിന് മുഴുവൻ ജീവിക്കാൻ വഴി കൊടുത്തവനെ പോലെയാണ്. ഒരാൾക്കൊരു ഉപജീവന മാർഗം തുറന്നു കൊടുക്കുകയാണെങ്കിൽ, ഒരാൾക്കൊരു ജോലി സമ്പാദിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഒരാളെ വിദ്യാഭ്യാസ കാര്യത്തിൽ സഹായിക്കുകയാണെങ്കിൽ, ഒരാൾ പട്ടിണി കിടക്കുമ്പോൾ ജീവൻ നിലനിർത്താൻ അയാളെ സഹായിക്കുകയാണെങ്കിൽ, ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ലോകത്തെ മുഴുവൻ, ഈ ലോകത്ത് ജീവൻ നിലനിർത്തിയതിന്റെ ഫലമാണ് നിങ്ങൾക്ക് അതുകൊണ്ട് കിട്ടാൻ പോകുന്നത്. അതാണ്, നിങ്ങൾ അങ്ങനെ ഒരാളെ പോലെയാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഈ സംഗതി പറയുന്നത് ആ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്ന് തിരിച്ചറിയാം. അപ്പോൾ അതിനൊരുപാട് പാഠങ്ങളുണ്ട്. അത് നമ്മൾ കുറെ വിശകലനം ചെയ്തതാണ്. അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ ഷേക്സ്പിയറുടെ നാടകത്തിലേക്ക് എത്തിയത്, മാക്ബത്തിലേക്ക്. ഷേക്സ്പിയറുടെ ദുരന്ത നാടകങ്ങളിലെല്ലാം തന്നെ ഈ വയലൻസ് പ്രത്യേകമായ വിധത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിലൊക്കെ വന്നതായിട്ട് കാണാൻ സാധിക്കും. വയലൻസിനെ കുറിച്ചുള്ള പഠനത്തിന് ഏറ്റവും ആധികാരികമായ ടെക്സ്റ്റ് ബുക്കുകളാണ് ഷേക്സ്പിയറിയൻ നാടകങ്ങൾ. നമ്മൾ ഓരോന്നും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ മാക്ബത്ത് എടുത്താൽ, മാക്ബത്തിന്റെ അംബിഷൻ, ഉത്കടമായ ഒരു ഉത്കർഷേച്ഛയുണ്ട്, കൂടുതൽ വലുതാവണം എന്ന് പറയുന്ന ഒരു ചിന്ത, വളരെ സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ആ ഒരു അഭിലാഷം, അതാണ് ലീഡ്സ് ടു സെൽഫ് ഡിസ്ട്രക്ഷൻ എന്ന്. അത് അയാളെ നയിക്കുന്നത് അയാളുടെ തന്നെ നാശത്തിലേക്കാണ്. മാക്ബത്ത് അവസാനം നശിച്ചു തീരുകയാണ്. ഷേക്സ്പിയറുടെ ദുരന്തങ്ങളൊക്കെയാണ് വരുന്നത്. വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുകയോ നോർമലൈസ് ചെയ്യുകയോ അല്ല ഷേക്സ്പിയർ ചെയ്യുന്നത്. മറിച്ച് വയലൻസ് മനുഷ്യന്റെ ഉള്ളിൽ ചിലപ്പോൾ കാപട്യമായിട്ട് നമ്മൾ ഓരോരുത്തരും കൊണ്ട് നടക്കുന്ന വയലൻസിനെ പുറത്തേക്ക് കൊണ്ടുവരികയും എന്നിട്ട് അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് വിജയം. അപ്പൊ മാക്ബത്ത് അതിന്റെ ദുരന്തം അനുഭവിക്കുകയും സ്വയം നശിക്കുകയും ചെയ്തു. ഇനി ഒഥല്ലോ എന്ന് പറയുന്ന നാടകം എടുത്താൽ അതില് ഇയാഗോ എന്ന് പറയുന്ന കഥാപാത്രമാണ്. ഇയാഗോ എന്ന് പറയുന്ന കഥാപാത്രം നേരിട്ട് ഇതുപോലെ വയലൻസിൽ പങ്കെടുക്കുന്ന ഒരാളല്ല, പക്ഷെ അയാൾ വയലൻസ് ഉണ്ടാക്കുന്നയാളാണ്. അയാളുടെ പ്രധാന പ്രശ്നം ജലസ്, മനുഷ്യനെ നശിപ്പിക്കുന്ന ഏറ്റവും കടുത്ത അധർമ്മമായിട്ട് ഖുർആൻ എണ്ണുന്നൊരു സാധനമാണല്ലോ. ഏറ്റവും അവസാനം വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്, അസൂയ കാണിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന എല്ലാ ഷർറിൽ നിന്നും ഞാൻ എന്റെ റബ്ബിൽ രക്ഷ തേടുന്നു എന്ന് പ്രാർത്ഥിക്കാനും നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
നിങ്ങളുടെ സകല നന്മകളെയും അത് തീ വിറകിനെ കത്തിക്കുന്നത് പോലെ കത്തിച്ച് നശിപ്പിച്ചില്ലാതാക്കി കളയും അസൂയ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ആ അസൂയയുടെ ഒരു മൂർത്ത രൂപമാണ് ഷേക്സ്പിയറുടെ ഇയാഗോ. അപ്പോൾ അതിന്റെ ഫലം എന്താണ് സംഭവിക്കുന്നത്? ഒഥല്ലോ എന്ന നാടകം വായിച്ചു കഴിഞ്ഞാൽ ഒരർത്ഥവുമില്ലാത്ത കുറെ കൊലപാതകങ്ങൾ നടക്കുകയാണ്. ഒഥല്ലോ ഭാര്യ ഡെസ്ഡിമോണയെ കൊല്ലുന്നു, അതിനെ തുടർന്ന് വേറെ കൊലപാതകം നടക്കുന്നു, പിന്നെയും കൊലപാതകം നടക്കുന്നു. അടിസ്ഥാന കാരണം എന്താണ്? ഈ ഇയാഗോയുടെ വയലൻസ് ആണ്. ആ വയലൻസിന്റെ ബേസ് എന്താണ്? അത് ജലസിയാണ് അല്ലെങ്കിൽ അസൂയയാണെന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രതികാരത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ടൈറ്റസ് ആൻഡ്രോണിക്കസ്, അതുപോലെ തന്നെ ഹാംലെറ്റ് തുടങ്ങിയിട്ടുള്ള നാടകങ്ങളൊക്കെ പ്രതികാരമാണ് വിഷയമാക്കുന്നത്. പ്രതികാരം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മളിപ്പോ ഒരു സിനിമ കാണുമ്പോൾ, ഒരു ജനപ്രിയ സിനിമ കാണുമ്പോൾ കൊല്ലുന്നവന്റെ കൂടെ നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമ്മളിൽ സൃഷ്ടിക്കുന്നില്ലേ എന്ന് ചിന്തിക്കേണ്ടതാണ്. പല സിനിമകളും അങ്ങനെയുണ്ട്. എന്ന് മാത്രവുമല്ല, ചിലപ്പോൾ ഈ പ്രതികാരം ചെയ്യുന്നവൻ തന്നോട് ദ്രോഹം ചെയ്തവരോടല്ല പകരം വീട്ടുക, മറിച്ച് അയാളുടെ മക്കളോടാണ്. തന്നോട് ദ്രോഹം ചെയ്തവരോട് പണ്ടേ ഉണ്ട്. തന്നോട് ദ്രോഹം ചെയ്തവരുടെ ഭർത്താക്കന്മാരെ കൊല്ലുക, അല്ലെങ്കിൽ ഭാര്യമാരെ കൊല്ലുക, തന്നോട് ദ്രോഹം ചെയ്തവരുടെ മക്കളെ കൊല്ലുക. ഇങ്ങനെയുള്ള അങ്ങേയറ്റം മനുഷ്യത്വഹീനമായിട്ടുള്ള സംഗതികൾ റിവെഞ്ചിന്റെ ബേസിൽ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ അനുതാപം മുഴുവൻ ആ കഥാപാത്രത്തോടുണ്ടാകുന്നു. ഇങ്ങനെയാണ് ഈ നോർമലൈസേഷൻ സംഭവിക്കുന്നത്. നമ്മുടെ അനുതാപം മുഴുവൻ, പ്രത്യേകിച്ച് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഒരു മെഗാസ്റ്റാറോ സൂപ്പർ സ്റ്റാറോ ആണെങ്കിൽ പിന്നെ പറയാനുമില്ല. നമ്മൾ പൂർണ്ണമായും ആ കഥാപാത്രവുമായിട്ടാണ് എംപതൈസ് ചെയ്യുന്നത്. നമ്മുടെ എംപതി മുഴുവൻ അങ്ങോട്ടാണ് പോകുന്നത് എന്നത് വളരെ ദൗർഭാഗ്യകരമായ അവസ്ഥയാണ്. ഇതൊക്കെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നതാണ്, ബോധപൂർവമാണെങ്കിലും അല്ലെങ്കിലും ഇതൊക്കെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതേസമയം ഷേക്സ്പിയർ അതിന്റെ ഒരു പ്രത്യാഘാതത്തെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവസാനിക്കാത്ത ഈ രക്തച്ചൊരിച്ചിലാണ് ഈ റിവെഞ്ച് കൊണ്ടുണ്ടാകുന്നത്. ടൈറ്റസ് ആൻഡ്രോണിക്കസിന്റെ കഥയിലും അതെ, ഹാംലെറ്റിന്റെ കഥയിലും അതെ, അങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് കാണാൻ സാധിക്കും. ഇതുപോലെ ഏറ്റവും മാരകമായിട്ട് വരച്ചു കാട്ടുന്ന മറ്റൊന്നുണ്ട്. ജൂലിയസ് സീസറും കിങ് ലിയറും ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ അത് പൊളിറ്റിക്കൽ വയലൻസ് ആണ്. അത് അങ്ങേയറ്റം കയോസിലേക്കും അതോടൊപ്പം തന്നെ നിലക്കാത്ത യുദ്ധങ്ങളിലേക്കുമാണ് മനുഷ്യനെ കൊണ്ടുപോവുക എന്നും കാണേണ്ടതാണ്. ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഓരോ കഥാപാത്രങ്ങളെയും എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ മാക്ബത്തിന്റെ കാര്യം പറഞ്ഞു. ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. ചില ദൃഷ്ടാന്തങ്ങളായിട്ട്, ചില രൂപകങ്ങളായിട്ട് മാത്രം പറയുന്നതാണ്. ഇതൊക്കെ ലോകത്തെ സ്വാധീനിച്ചിട്ടുള്ള കഥാപാത്രങ്ങളാണ് എന്നും മനസ്സിലാക്കേണ്ടതാണ്. ഷേക്സ്പിയർ നമുക്ക് ആർക്കും അപരിചിതനല്ലോ. 4 അക്ഷരം കൂട്ടി വായിക്കാൻ അറിയുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ഷേക്സ്പിയർ. ഈ മാക്ബത്ത് എന്ന് പറയുന്ന കഥ തന്നെ എടുത്താൽ, അത് ആ കഥാപാത്രത്തെ എടുത്താൽ വയലൻസ് ഓഫ് അംബിഷൻ ആൻഡ് പാരനോയിയ എന്ന് പറയാം. അങ്ങേയറ്റത്തെ ഭ്രമവും വിഭ്രമവും എന്ന് വേണം പറയാൻ. അങ്ങേയറ്റത്തെ ഭ്രമവും വിഭ്രമവുമാണ് അയാളെ ആ കോലത്തിലാക്കിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ പറയുന്നൊരു വർത്തമാനമുണ്ട്. തിൽക ദാറുൽ ആഖിറ, ഇത് പരലോകത്തുള്ള ഭവനമാണ്. അത് പിന്നെ നജഅലുഹ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർദ് വലാ ഫസാദ. ഇത് ആർക്ക് വേണ്ടിയാ ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ, ഭൂമിയിൽ യാതൊരു തരത്തിലുള്ള ഔന്നത്യമോ കുഴപ്പമോ ആഗ്രഹിക്കാത്തവർക്ക്. ഔന്നത്യം ആഗ്രഹിച്ചു എന്നുള്ളതാണ് മാക്ബത്തിന് സംഭവിച്ച തെറ്റ്. ഔന്നത്യം, തനിക്ക് അർഹതപ്പെട്ടതല്ലാത്ത, തനിക്ക് വിഹിതമല്ലാത്ത ഔന്നത്യം ആഗ്രഹിച്ചതാണ് മാക്ബത്തിന് സംഭവിച്ച തെറ്റ്. കൊലപാതകങ്ങളുടെ വലിയ പരമ്പരയിൽ നടക്കുന്നുണ്ട്. അവസാനം മാക്ബത്തും കൊല്ലപ്പെടുന്നുണ്ട്. അവസാനം അയാളും ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് എന്ന് കാണണം. അപ്പൊ പടച്ചതമ്പുരാൻ പരലോകത്ത് ഭവനം ഒരുക്കി വെച്ചിട്ടുള്ളത് ഭൂമിയിൽ ഔന്നത്യം ആഗ്രഹിക്കാത്തവർക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന വയലൻസ് ഓഫ് അംബിഷൻ അല്ലെങ്കിൽ വയലൻസ് ഓഫ് പാരനോയിയ എന്ന് പറയുന്ന സംഗതിയെ തന്നെയാണ് വളരെ കൃത്യമായിട്ട് അത് അഡ്രസ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഇന്നത്തെ ഗാങ് ലീഡേഴ്സ്, അതുപോലെ തന്നെ സ്വേച്ഛാധിപതികൾ, ക്രിമിനലുകൾ, ഇവരിലൊക്കെയും ഈ മാനസികാവസ്ഥ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതുപോലെ മറ്റൊരു കഥാപാത്രത്തെ നമ്മളിവിടെ സൂചിപ്പിച്ചത് ഇയാഗോ ആണ്. ഒഥല്ലോയിലെ ഇയാഗോ, അത് വയലൻസ് ഓഫ് മാനിപ്പുലേഷൻ ആൻഡ് ജലസി എന്ന് വേണം പറയാൻ. വയലൻസ് ഓഫ് മാനിപ്പുലേഷൻ. ഇയാഗോ ഒരു ഒന്നാന്തരം മാനിപ്പുലേറ്റർ ആണ്. അയാൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് വിശ്വസിച്ചു പോകും. അങ്ങനെയുള്ള ഒരു പ്രകൃതമാണ് അയാൾക്കുള്ളത്. അപ്പോൾ അതേ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുന്നൊരു വർത്തമാനമുണ്ട്. വദ്ദ കസീറൻ മിൻ അഹ്ലിൽ കിതാബ്. അഹ്ലുൽ കിതാബിൽപ്പെട്ട ഒരു വിഭാഗമുണ്ടല്ലോ, എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. ഖുർആൻ ഈ വിമർശനമൊക്കെ ഉന്നയിക്കുമ്പോഴും അഹ്ലുൽ കിതാബ് എന്നത് ആ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട പേരാണ് എന്നത് മറക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ യൂത ക്രൈസ്തവ സമൂഹത്തെ അടച്ചാക്ഷേപിക്കുകയല്ല. മിൻ അഹ്ലിൽ കിതാബ്, അവരിൽ ഒരു വിഭാഗമുണ്ട്, അവർ വല്ലാതെ ഇഷ്ടപ്പെടും.
അന്നത്തെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. അവർ വല്ലാത്ത വദ്ദ എന്ന് പറഞ്ഞ ഒന്നിനോടുണ്ടാകുന്ന അങ്ങേയറ്റത്തെ ഇഷ്ടത്തെയാണ് സൂചിപ്പിക്കുക. വദ്ദ കസീറൻ മിൻ അഹ്ലുൽ കിതാബ്, അഹ്ലുൽ കിതാബിൽ ഒരു വിഭാഗം അങ്ങേയറ്റം ആഗ്രഹിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് നിങ്ങൾ ഈമാൻ ഉണ്ടായതിനു ശേഷം നിങ്ങൾ അതിൽ നിന്ന് വഴിതെറ്റിച്ച് കളയുവാനാണ്. മിമ്പഅദി ഈമാനിക്കും കുഫാറ, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടായതിനു ശേഷം കുഫറിലേക്ക് നിങ്ങളെ വഴിതെറ്റിച്ച് കളയാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്താ ഒരു കാരണം എന്ന് വെച്ചാൽ ഹസദം മിൻ ഇൻദി അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെ പുറപ്പെടുന്ന അവരുടെ അസൂയ നിമിത്തമാണ്. ഇവിടെയാണ് അസൂയ, ജലസി എന്ന് പറയുന്ന ഒരു സംഗതി വരുന്നത്. അതാണ് അത്രയും വലിയൊരു വയലൻസ് അവരിൽ നിന്ന് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്കുള്ളിലുള്ള ആ ഒരു അസൂയ നിമിത്തമാണ് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയുന്നത് കാണാൻ സാധിക്കും. ഇന്ന് രക്തച്ചൊരിച്ചിലില്ലാത്ത ധാരാളം വയലൻസ് ഉണ്ട്. ഓൺലൈൻ ബുള്ളിയിങ് ഒക്കെ അതിൽപ്പെട്ടതാണ്. ഏതെങ്കിലും ഒരാളെ ടാർഗറ്റ് ചെയ്തിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഒരു വിഭാഗത്തിന്റെ, അതെന്തെങ്കിലും തെറ്റിന്റെ പേരിൽ തന്നെ ആയിക്കൊള്ളട്ടെ, മനുഷ്യന്മാരെല്ലാവരും തെറ്റ് ചെയ്യാത്തവരൊന്നുമല്ലല്ലോ. നമ്മൾ ഒരാളുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ ചിന്തിക്കേണ്ടത് പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയവരാണ് പലരും. നമ്മളും അങ്ങനെ കടന്നു പോകേണ്ടവരാണ്. ഭാവിയിൽ എനിക്കെന്തുണ്ടാകും, എന്റെ മക്കൾക്ക് എന്തുണ്ടാകും എന്നൊന്നും ഇപ്പൊ പറയാൻ പോലും പറ്റില്ല. എന്നിട്ടാണ് വലിയ ഉന്നത സ്ഥാനത്ത് ഇരുന്നിട്ട് എന്നതുപോലെ ബുള്ളിയിങ് എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട്. ആൾക്കൂട്ട വിചാരണ അല്ലെങ്കിൽ ആൾക്കൂട്ടാക്രമണം, സൈബർ ബുള്ളിയിങ് എന്നാണ് പറയുന്നത്. അത്തരം ബുള്ളിയിങ് ഒക്കെ ഈ ജലസിൽ നിന്നുണ്ടാകുന്ന വയലൻസ് ആണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. വേറൊരു കഥാപാത്രത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ടൈറ്റസ് ആൻഡ്രോണിക്കസ് ആണ്. ഇദ്ദേഹം വയലൻസ് ഓഫ് റിവഞ്ച് അല്ലെങ്കിൽ വാർ ട്രോമ, യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭീതിയുടെ അതുമായി ബന്ധപ്പെട്ട മാനസികാവസ്ഥയുടെ ഒരു വയലൻസ് ഉണ്ട്. ആ ഒരു വയലൻസിൽ നിലകൊള്ളുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ റിവഞ്ച്, ആ റിവഞ്ചാണ് ജൂനിയർ ഹാംലെറ്റിനെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. അത് വലിയ കൊലപാതകങ്ങളുടെ ഒരു പരമ്പര സൃഷ്ടിക്കുന്നു. ഹിംസയുടെ വലിയൊരു ചരിത്രം തന്നെ സൃഷ്ടിക്കുന്നു. വിശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് ആളുകളോട് പ്രതികാരം ചെയ്യാനുണ്ടെങ്കിൽ പോലും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ, ഒരിക്കലും നന്മയും തിന്മയും ഒരുപോലെ ആവില്ല. ഒരിക്കലും നല്ലതും ചീത്തയും ഒരുപോലെ ആവില്ല. അതുകൊണ്ട് ഇദ്ഫഉ ബില്ലതി ഹിയ അഹ്സൻ, നിങ്ങൾ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കേണ്ടവരാണ്. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കേണ്ടവരാണ്. എന്തിനു വേണ്ടി? വഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ ഫഇദല്ലദീ ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. യാതൊരാൾക്ക് നിങ്ങളോട് ഏറ്റവും കടുത്ത ശത്രുതയുണ്ടോ അയാൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത മിത്രമായി മാറുന്നു. നിങ്ങളുടെ ശ്രമം അതിനു വേണ്ടിയായിരിക്കണം, ശത്രുവിനെ കൂടുതൽ ശത്രുവാക്കാൻ വേണ്ടിയിട്ടല്ല. അത് ആർക്ക് സാധിക്കും? സബറുള്ളവർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. സബറുള്ളവരായിരിക്കാനാണല്ലോ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ എന്നാണ്. അല്ലാഹു ഉള്ളത് സാബിരീങ്ങളുടെ കൂടെയാണ്. അപ്പൊ സബർ എന്ന് പറയുന്ന ഗുണം നമ്മൾ ആർജിച്ചേ പറ്റൂ. റമദാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശങ്ങളിലും ഒന്നാണ് സബർ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അവിടെ അങ്ങനെ സബറുള്ളവർക്കാണ് അത് സാധിക്കുക. അതോടൊപ്പം തന്നെ അങ്ങേയറ്റം സൗഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകൾക്കാണ് അത് സംഭവിക്കുക, അത് സാധിക്കുക എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പൊ ആ ഒരു റിവഞ്ച്, ആ റിവഞ്ചിൽ നിന്നുണ്ടാകുന്ന ഒരു വയലൻസ്, ഇന്നത്തെ ഗാങ് വാറുകൾ പരിശോധിച്ചാൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്, അപ്പൊ കേരളത്തിൽ പോലും അത്തരം സംഗതികൾ ഉള്ളതായിട്ടാണ് കേൾക്കുന്നത്. ഗാങ് വാറുകൾ പരിശോധിച്ചാൽ, അതുപോലെ തന്നെ ചിലപ്പോൾ ഈ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മാനസികാവസ്ഥകളൊക്കെ വരും. അതൊക്കെ ഇത്തരം സംഗതികളിൽ നിന്ന്, ഈ ഒരു പ്രതികാര മൈൻഡിൽ നിന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വാർ ട്രോമ പോലുള്ള സംഗതികളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നതാണ് എന്ന് സാമൂഹ്യ മനഃശാസ്ത്രജ്ഞരൊക്കെ പറഞ്ഞായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ മനുഷ്യര് സൈക്കോപാത്തുകളായിട്ട് മാറുന്നു. മനുഷ്യർ അങ്ങേയറ്റം സാമൂഹിക മനോരോഗമുള്ളവരായിട്ട് മാറുന്നു. ഇതുപോലെ കിങ് ലിയറിലുള്ള കഥാപാത്രമുണ്ട്, എഡ്മുണ്ട് എന്ന് പറഞ്ഞു. എഡ്മുണ്ട് എന്ന് പറയുന്ന കഥാപാത്രം എന്ന് പറഞ്ഞാൽ അയാൾ ഒരു തന്ത്രശാലിയായ സോഷ്യോപാത്ത് എന്ന അയാളെ കുറിച്ച് വിശദീകരിക്കാം. അവിടെ പറയുന്നത് വയലൻസ് ഓഫ് ഗ്രീഡ് ആൻഡ് സർവൈവൽ ഇൻസ്റ്റിങ്സ് എന്ന് പറയാം. അതിജീവിക്കുവാനുള്ള സ്വാഭാവികമായ ത്വര, അതോടൊപ്പം തന്നെ അങ്ങേയറ്റത്തെ ആർത്തി, ഇതിൽ നിന്നുണ്ടാകുന്ന ഒരു വയലൻസ്. ഈ എഡ്മുണ്ടിന്റെ പ്രത്യേകത, അയാൾ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന ആശയത്തിന്റെ അടുത്ത അനുയായിയാണെന്നുള്ളതാണ്. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന ഈ സോഷ്യൽ ഡാർവിനിസ്റ്റ് തിയറിയുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള, അതിനെ വല്ലാതെ ആശ്രയിക്കുകയും അതിനെ നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അയാൾ വല്ലാത്തൊരു അധികാര കൊതിയനാണ്. അധികാരത്തിന് വേണ്ടി മാക്കിയവെല്ലിയൻ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നു, കുടുംബത്തെയും സുഹൃത്തുക്കളെയും ഒറ്റിക്കൊടുക്കുന്നു എന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ രാഷ്ട്രീയാവസ്ഥ വെച്ച് നോക്കൂ. നമ്മൾ കുട്ടികളുടെ നടത്തുന്ന ചില പ്രശ്നങ്ങൾ, അത് തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതാണെങ്കിൽ പോലും അതിന് വല്ലാതെ നെടുവീർപ്പിടുമ്പോൾ മറുഭാഗത്ത് സംഭവിക്കുന്ന ഇത്തരം ഒരുപാട് തന്ത്രങ്ങളുണ്ട്. ഒരുപാട് കോർപ്പറേറ്റ് പൊളിറ്റിക്കൽ ഫിഗർ, ഇന്നത്തെ ഒരുപാട് കോർപ്പറേറ്റ് പൊളിറ്റിക്കൽ വ്യക്തിത്വങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കച്ചവടക്കാര്, വ്യവസായികള്, ഇവരൊക്കെ കൈക്കൊണ്ടിരിക്കുന്ന ഒരു നിലപാടാണിത് എന്ന് തിരിച്ചറിയാൻ സാധിക്കും.
എല്ലാത്തിലും ബ്ലഡ് ഷെഡ് ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. ഇതുമൊക്കെ വയലൻസ് തന്നെയാണ് എന്നാണ് തിരിച്ചറിയേണ്ടത്. പടച്ചതമ്പുരാൻ പറയുന്നുണ്ടല്ലോ, വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ. അങ്ങേയറ്റം ദുനിയാവിനെ സ്നേഹിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന വയലൻസിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. സൂറത്തുൽ ഫജ്റിൽ വയലൻസിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. എല്ലാ സീമകളെയും അതിലംഘിച്ചുകൊണ്ട് മനുഷ്യന്റെ നേരെ ആക്രമണം നടത്തുന്നതിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതിന്റെ കാരണം പറയുന്നത് തുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ. അവന്റെ സമ്പത്തിനെ അങ്ങേയറ്റം മോശമായ സ്വഭാവത്തിൽ പരിണയിക്കുന്നു, അല്ലെങ്കിൽ അവന്റെ കാര്യ താല്പര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയണം. അപ്പോൾ അത്തരം ഒരു ആർത്തി, അപ്പൊ തിന്മ ബാധിച്ചവൻ അങ്ങേയറ്റം പൊറുതികേട് കാണിക്കും, അവനിൽ നിന്ന് ധാരാളം വയലൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് പടച്ചതമ്പുരാൻ നമ്മളോട് പറയുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരം ഒരുപാട് ദൂഷ്യങ്ങളിൽ നിന്ന് നമ്മൾ സ്വയം വിട്ടു നിൽക്കുക. റമദാൻ എന്ന് പറയുമ്പോൾ അത്തരം ദൂഷ്യങ്ങളെ പ്രതിരോധിക്കുന്നത് അസിയാമു ജുന്ന എന്നിവിടെ പറഞ്ഞു. നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഷീൽഡാണ്. നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഷീൽഡാണ്, ഒരു പരിചയമാണ്. ആ പരിചയെ ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതിന് നമുക്ക് സാധിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ഷേക്സ്പിയറുടെ വേറെയും ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. റിച്ചാർഡ് മൂന്നാമൻ, അത് ഇംഗ്ലണ്ടിലെ രാജാവാണ്. അദ്ദേഹം ചരിത്രത്തെ അവലംബിച്ചുകൊണ്ട് ഒരുപാട് നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ദ ട്രാജഡി ഓഫ് റിച്ചാർഡ് ദി തേർഡ്. ഈ റിച്ചാർഡ് മൂന്നാമൻ രാജാവ്, അത് വയലൻസ് ഓഫ് ടിറണി ആൻഡ് നാർസിസിസം എന്നാണ് പറയുന്നത്. അയാൾ അങ്ങേറ്റം നാർസിസിസ്റ്റ് ആയിട്ടുള്ള, നാർസിസിസ്റ്റ് എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്രത്തിൽ അതിന് ചില വിശദീകരണങ്ങളൊക്കെ ഉണ്ട്. എമ്പതി തീരെ ഇല്ലാത്ത ഒരു സൈക്കോപാത്ത്. എമ്പതി എന്ന് പറയുന്ന ഒരു സംഗതി ലെവലേശമില്ലാത്ത സൈക്കോപാത്തുകളായിരിക്കും നാർസിസിസ്റ്റുകൾ. അവർക്ക് അവരേ ഉള്ളൂ, അവരുടെ കാര്യം അങ്ങേയറ്റത്തെ സ്വാർത്ഥത്തിലേക്ക് അവരങ്ങോട്ട് ചുരുങ്ങുന്നുള്ളതാണ്. മാത്രമല്ല, ഈ റിച്ചാർഡ് മൂന്നാമൻ ഷേക്സ്പിയറിന്റെ നാടകത്തിൽ വരുന്ന ഒരു മാസ്റ്റർ മാനിപ്പുലേറ്റർ. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് ഒരു തരിമ്പ് പോലും അതിലെന്തെങ്കിലും തെറ്റുണ്ടെന്ന് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ആളുകളങ്ങ് വിശ്വസിച്ചു പോകും. അത്തരമൊരു പ്രത്യേകത, അങ്ങനെ ഒരു പ്രത്യേക പേഴ്സണാലിറ്റി ഡിസോർഡർ തന്നെ ഉണ്ട്. NPD എന്ന പേരിൽ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ തന്നെ ഉണ്ട്. അതിന്റെയൊക്കെ വിശകലനങ്ങൾ നമുക്ക് വേറെ നടത്താം, അത് നമ്മളിവിടെ നടത്തേണ്ടതല്ല. പക്ഷെ ഇവിടെ നാർസിസിസം എന്ന് പറയുന്നത് സാമൂഹികമായ അർത്ഥത്തിലാണ്. അങ്ങേയറ്റത്തെ മാനിപ്പുലേഷൻ നടത്തിയിട്ട് കൊലക്ക് പ്രേരിപ്പിക്കുക, എല്ലാ ധാർമ്മികതകളെയും ഇല്ലാതാക്കുവാൻ വേണ്ടി എല്ലാ തരത്തിലുള്ള അന്തരീക്ഷങ്ങളും ഒരുക്കുക, ഇതൊക്കെ ഇന്ന് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ ഒരുപാട് പ്രവണതകളുടെ ഇരയാണ് ഇന്ന് ലോകത്ത് ജീവിക്കുന്നവർ, നമ്മുടെ ചെറുപ്പക്കാരും അതെ. അതുകൊണ്ട് തന്നെ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ ശരിയായിട്ടുള്ള ഒരു സാമൂഹിക ബോധം കുട്ടികളിൽ പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പാരന്റിംഗ് ആണ്, മോശമായ പാരന്റിംഗ് ആണ് എല്ലാത്തിനും കാരണം എന്ന് നമ്മൾ പറയില്ല. ഇന്ന് പാരന്റിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു അർത്ഥരഹിതമായ അഭ്യാസമാണ് എന്ന് കുട്ടികളെ തോന്നിപ്പിക്കുന്ന സ്വഭാവത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പാരന്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ അത് തന്തവൈബാണ്, അല്ലെങ്കിൽ അമ്മാവൻ സിൻഡ്രോമാണ് എന്നൊക്കെ പറയുന്ന സ്വഭാവത്തിൽ കുറച്ചൊക്കെ അതിന് ശരിയുണ്ട്. പക്ഷെ അതേസമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു തലമുറ തൊട്ട് താഴെയുള്ള തലമുറയ്ക്ക് ശിക്ഷണം നൽകുന്നത് തൊട്ട് താഴെയുള്ള തലമുറയുടെ എല്ലാ വിവരങ്ങളും ആർജിച്ചുകൊണ്ടാവണം എന്ന് ഒരു നിർബന്ധമില്ല. പുതിയ തലമുറക്ക്, അത് ഏത് കാലത്താണെങ്കിലും, ഇക്കാലത്ത് മാത്രമൊന്നുമല്ല, പുതിയ തലമുറയുടെ കയ്യിലാണ് കൂടുതൽ ഡേറ്റകൾ ഉണ്ടാവുക എന്നുള്ളതൊരു സത്യമാണ്. അത് ഈ കാലത്ത് മാത്രമുള്ള സവിശേഷതയല്ല. നമ്മളൊക്കെ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മുടെ പിതാക്കന്മാരുടെയും അമ്മാവന്മാരുടെയും കയ്യിലുള്ളതിനേക്കാൾ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അതേസമയം നമുക്കില്ലാത്തൊന്ന് അവരുടെ കയ്യിലുള്ളത് എക്സ്പീരിയൻസ് ആണ്, അനുഭവം എന്ന് പറയുന്ന ഒരു സാധനം. ഇതിനെ അറിവായിട്ട് പരിഗണിക്കുന്ന ഒരവസ്ഥ ഇന്നില്ല. അതാണ് പ്രശ്നം. ഡേറ്റകളെ മാത്രം അറിവായിട്ട് പരിഗണിക്കുകയും അനുഭവങ്ങൾ അറിവ് എന്ന് പറയുന്ന പരിഗണനക്ക് പുറത്തു വരികയും ചെയ്യുന്നതോടുകൂടി ഇവരെന്തോ ഒരു സംഭവമായിട്ട് മാറുകയാണ്. അതോടുകൂടി പാരന്റിംഗ് എന്ന് പറയുന്ന ആശയം തന്നെ വളരെ മോശമായിട്ട് മാറുകയാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രവണതകളൊക്കെ ഇല്ലാതാക്കാൻ ചെറുപ്പക്കാരും ശ്രമിക്കണം. അതോടൊപ്പം തന്നെ അവർക്ക് ശരിയായിട്ടുള്ള ബോധം നൽകുവാൻ ശരിയായ രീതിയിൽ രക്ഷിതാക്കളും ശ്രമിക്കുക എന്നുള്ളതൊക്കെ പ്രധാനമാണ്. എന്ന് തന്നെയായിരുന്നാലും ഈ വിശുദ്ധ റമദാൻ മാസം എന്ന് പറഞ്ഞാൽ ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ശുദ്ധീകരണത്തിന്റെ സമയമാണ്. അതോടൊപ്പം വ്യക്തിപരമായിട്ടും സാമൂഹികമായിട്ടുമുള്ള തിന്മകളെ പ്രതിരോധിക്കേണ്ട സമയമാണ്. സ്വയം പ്രതിരോധിച്ചാൽ മാത്രം പോരാ, അതിനെ ഇല്ലാതാക്കുവാനുള്ള യത്നം തന്നെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ശരിയായ നോമ്പ് എന്ന് പറഞ്ഞാൽ അതിനുള്ള ഊർജം കൂടിയാണ് പ്രദാനം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോഴങ്ങനെ ശരിക്കും സമൂഹത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, ശരിക്കും സമൂഹത്തോട് സംവദിച്ചുകൊണ്ട്, ശരിക്കും ഒരു ഉദാത്ത മനുഷ്യനായിട്ട് ജീവിക്കുവാനുള്ള പരിശ്രമമായിരിക്കണം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഉയരുവാൻ നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് തഖുല്ലാഹ്.
അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കുവാൻ ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുക. റമദാൻ ഉൾക്കൊള്ളുന്ന ഒരുപാട് ഗുണങ്ങളെ സംബന്ധിച്ച് പറയാറുണ്ട്. റഹ്മത്ത്, മഗ്ഫിറത്ത്, ഇത്ഖു മിനന്നാർ. ഇത് സംബന്ധമായിട്ടൊരു ഹദീസ് ഉള്ളത് ലൈഫാണ്. ഇത് തെളിവിന് കൊള്ളുന്ന ഒന്നായിട്ട് പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടില്ല. മാത്രവുമല്ല, ആദ്യത്തെ 10, രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രത്യേക പ്രാർത്ഥനകളും എവിടെയും തെളിവില്ലാത്തതാണ്. പക്ഷെ എന്ന് കരുതി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. റഹ്മത്തിന് വേണ്ടി ആദ്യത്തെ 10 ഒരാൾ പ്രാർത്ഥിക്കാൻ അങ്ങനെ തീരുമാനിച്ച പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതേസമയം അതിനൊന്നും ഹദീസുകളുടെ പിൻബലമില്ല. എന്നാൽ റമദാനിൽ ഇപ്പറയുന്ന സംഗതികൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ഹദീസുണ്ട്. അത് സഹീഹ് അല്ലെങ്കിലും നല്ല ഹദീസാണ്, നല്ല ആശയങ്ങളുള്ള ഹദീസാണ്. എന്ന് പറഞ്ഞാൽ റമദാനിന്റെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് റഹ്മത്താണ്, അള്ളാഹുവിങ്കൽ നിന്നുള്ള റഹ്മത്ത്. ഒരൊറ്റ സംഗതി മാത്രം അതിൽ പറയാം: ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചെങ്കിലേ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുള്ളൂ. ചില കണ്ടീഷൻസ് ഉണ്ട്. പടച്ച തമ്പുരാനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉജീബു ദാവത്തദായി ഇദാ ദാൻ ഫല്യസ്തജീബു ലീ എന്നാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് മറുപടി തരുന്നത് ഞാനാണ്, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ മറുപടി തരണം. ഇങ്ങനെയുള്ള ഒരു പാരസ്പര്യത്തെ സംബന്ധിച്ചാണ് പടച്ച തമ്പുരാൻ പറയുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ആ കരുണ വേണമെങ്കിൽ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കണം. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ടാമത്തെ പാദം മഗ്ഫിറത്താണ് എന്ന് പ്രവാചകൻ പറയുമ്പോൾ വിട്ടുവീഴ്ച പടച്ച തമ്പുരാൻ നമ്മളോട് കാണിക്കുന്ന ഏറ്റവും വലിയ വിട്ടുവീഴ്ചയാണ്. വിട്ടുവീഴ്ച കാണിക്കാൻ നമ്മളും ബാധ്യസ്ഥരാണ്. ഇല്ലെങ്കിൽ അതുമൊക്കെ റിവഞ്ചായിട്ട് മാറും. ചെറുതോ വലുതോ ആയിട്ടുള്ള തോതിലുള്ള ഹിംസയിലേക്ക് അതും പോകും എന്നും തിരിച്ചറിയണം. അതുകൊണ്ട് വിട്ടുവീഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗുണമായിട്ട് മാറണം. ഇത്ഖും മിനന്നാർ എന്ന് പറഞ്ഞാൽ വലിയ അദാബിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനാണ് പടച്ച തമ്പുരാനോട് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും ഭൂമിയിലുള്ള മറ്റു മനുഷ്യർക്ക് യാതൊരു തരത്തിലുള്ള ക്ലേശവും ഉണ്ടാകാതെ നോക്കൽ ബാധ്യതയായിട്ട് ഏറ്റെടുക്കണം. അതാണ് ദീനിനെ കളവാക്കിയവനെ നീ കണ്ടുപോ, അത് അവസാനിക്കുന്നത് യംനഊനൽ മാഊൻ, ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ തടയുന്നവനാണ്. മനുഷ്യർക്ക് ജീവിതം തുറസാക്കി കൊടുക്കണം. അതിനാഹ ഇമാത്തത്തുൽ അദാനിത്വരീഖ്, ഈമാനിന്റെ ഏറ്റവും അവസാനത്തെ ഘടകം എന്ന് പറയുന്നത് വഴിയിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ നീക്കലാണെന്ന് പറയുമ്പോൾ വെറും മുള്ളെടുത്ത് മാറ്റുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. അവരുടെ ജീവിത വഴി നിങ്ങൾ വിശാലമാക്കി കൊടുക്കണം. നിങ്ങളായിട്ട് കുടിസുണ്ടാക്കരുത് എന്നല്ല, നിങ്ങൾ വിശാലമാക്കുന്നതിന് വേണ്ടി യത്നിക്കുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ പ്രാർത്ഥനയും നമുക്കുള്ള ഓരോ ബാധ്യതയാണ്, നമ്മൾ ഏറ്റെടുക്കുന്ന ഓരോ ബാധ്യതയാണ്, നമ്മൾ നിർവഹിക്കുന്ന ഓരോ പ്രതിജ്ഞയാണ് എന്നും കൂടി തിരിച്ചറിയേണ്ടതാണ്. ഒക്കെ ഇങ്ങോട്ട് കിട്ടുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, പടച്ച തമ്പുരാൻ നമുക്ക് ചെയ്തു തരുന്ന ഓരോ അനുഗ്രഹവും അത് നമുക്ക് മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ പ്രതിഫലിപ്പിക്കാൻ സാധിക്കുക എന്നത് പ്രധാനമാണ്. ആ സ്വഭാവത്തിൽ റമദാനിന്റെ നന്മകളെയും ഗുണങ്ങളെയും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. പടച്ച തമ്പുരാനെ, ഈ വിശുദ്ധ റമദാനിന്റെ എല്ലാ നന്മകളെയും ഞങ്ങൾക്ക് മേൽ നീ വർഷിക്കണമേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെല്ലാം നീ പുറത്തു തരണമേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ പ്രവാചകന്മാരും വിശുദ്ധരായ നിന്റെ അടിയാറുകളും ഏതെല്ലാം നന്മകളെ നിന്നോട് തേടിയോ ആ നന്മകളെല്ലാം തന്നെ അജ്ഞരായ ഞങ്ങൾക്കും നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ പ്രവാചകന്മാരും വിശുദ്ധരായ നിന്റെ അടിയാറുകളും ഏതെല്ലാം തിന്മകളിൽ നിന്നും നിന്നോട് രക്ഷ തേടിയോ ആ തിന്മകളിൽ നിന്നെല്ലാം തന്നെ ദുർബലരായ ഞങ്ങളെയും കാത്തു രക്ഷിക്കണമേ നാഥ. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا. اللهم إن لك في كل ليلة من ليالي شهر رمضان وتقاء وتلقاء وخلصاء وأمناء من النار واجعلنا من تقائك وتلقائك وخلصائك وأمنائك من النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. اللهم أعز الإسلام والمسلمين، اللهم أذل الشرك والمشركين، اللهم دمر أعداءنا وأعداءك وأعداء الدين، اللهم دمر أعداءك وأعداء المجاهدين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم برحمتك يا رب.